സർ നമസ്കാരം. നമസ്കാരം ആതിര. സർ എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ ശരിക്കും എന്താ കുഴപ്പം? ആതിരയ്ക്ക് ഇന്ത്യയോട് ഭയങ്കര ദേഷ്യമുണ്ടോ ഇന്ത്യക്കാരോടും? ഇല്ല. ആതിരയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെല്ലാം വിവരങ്ങൾ അറിയാം? ആൾ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. എന്താ അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത? ഈ നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ച കണ്ടാൽ കാണാൻ നല്ല ചേലാന്ന്. അയാൾ പ്രധാനമന്ത്രി പദത്തിൽ വന്നാൽ ഈ രാജ്യത്ത് എന്താ നടക്കുക എന്നറിയോ? കുട്ടി ചോറാക്കും. ഒന്നാമത്തെ അയാൾക്ക് കോമൺ സെൻസ് എന്ന് പറയുന്ന അയാളുടെ അടുത്തുകൂടി പോയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവം, ഇന്ത്യൻ ഓഷ്യനിൽ വെച്ചിട്ട് ഒരു കപ്പൽ, മറ്റേ ഇറാൻ്റെ കപ്പൽ അമേരിക്കൻ നേവി വന്നിട്ട് മുക്കി. അതിന് ഇന്ത്യ പ്രതികരിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ ബഹളം കൂട്ടുന്നത്. അല്ലേ? അതല്ലേ ഇപ്പം ലേറ്റസ്റ്റ് ഇന്നലത്തെ പത്രങ്ങളിലൊക്കെ വന്നത്. ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വന്തം ഇതല്ല, തറവാട്ട് സ്വത്തല്ലല്ലോ. ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രമാണ് നമുക്ക് ആ ഇന്ത്യൻ ഓഷ്യനിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന പരിധി അതറിയോ? നമ്മുടെ EEZ എന്ന് പറയും, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. അവിടെ മാത്രമേ നമുക്ക് നമ്മളുടെ റൈറ്റ്സ് ഉള്ളൂ ഉപയോഗിക്കാനായിട്ട്. 250 നോട്ടിക്കൽ മൈലോറ്റാണ്. കിലോമീറ്റർ എൻ്റെ ഒരു എന്താ പറയുക, വരുമ്പോൾ 300 കിലോമീറ്ററോ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അത് കണ്ടുപിടിച്ചോളൂ എത്രയാണ്. ബാക്കി ശ്രീലങ്കയുടെ ഏരിയയിൽ വെച്ചിട്ടാണ് കപ്പൽ മുക്കിയത്. ഇന്ത്യക്ക് ഇടപെടാനായിട്ട് അധികാരമില്ല. മനസ്സിലായില്ല? അവർ നോക്കിയിരുന്നു. അമേരിക്കക്കാർ അത്ര ബുദ്ധിയില്ലാത്തവരല്ല. അവർ ഇന്ത്യൻ വാട്ടേഴ്സിൽ നിന്നും ശ്രീലങ്കൻ വാട്ടേഴ്സിൽ അകലെ വെച്ചിട്ടാണ് ഈ കപ്പലിനെ മുക്കിയത്. പിന്നെ ഇവരെ അയച്ച SOS മെസ്സേജ് കിട്ടിയത് ശ്രീലങ്കൻ നേവിക്കാണ്. അവർ വന്ന് പിന്നെ എല്ലാ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. അവിടെ പോയില്ലേ. പിന്നെ അടുത്ത കാലത്തുണ്ടായ കാര്യം, നർവാനയുടെ പുസ്തകത്തിനെ പറ്റി അയാൾ വേണ്ടാത്ത ഇതൊക്കെ പറഞ്ഞുണ്ടാക്കി പാർലമെൻറ്റ് 15 ദിവസം സ്തംഭിപ്പിച്ചു. എന്താ ഉണ്ടായ അവസാനം? അയാളിപ്പോൾ മിണ്ടണ്ടോ അതിനെ കുറിച്ചിട്ട്? അപ്പോൾ ഒരു നേതാവിന്, നമ്മുടെ ഒരു രാഷ്ട്ര തലവനാകാൻ പോകുന്ന വ്യക്തിക്ക് ആവശ്യം വേണ്ട സാമാന്യ ബുദ്ധിയെങ്കിലും വേണം. അത് അദ്ദേഹത്തിന് തീരെയില്ല. അദ്ദേഹം എവിടെ പോയി ജനങ്ങളോടൊക്കെ പറയണത്, ഒരിക്കൽ പ്രസംഗിച്ചതാണ്, ഞാൻ ഈ പൊട്ടറ്റോ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീനിൽ കൂടി പൊട്ടറ്റോ എടുത്തിട്ടെങ്കിൽ അപ്പുറത്ത് സ്വർണ്ണം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നാൽ ഈ മനുഷ്യനെ ഇന്ത്യയിൽ കാണാറുണ്ടോ? അവിടെ ഓടും. 2014 ഇലക്ഷന് തോറ്റു, കോൺഗ്രസ് തോറ്റു, വളരെ ദയനീയമായിട്ട് തോറ്റു. ഇയാൾ മുങ്ങിയിട്ട് 55 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. ഇപ്പം ഞങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ വനിതകൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 52 ദിവസം 56 ദിവസം എന്താ റെസ്റ്റ് എടുക്കും എന്നാണ് പറയുന്നത്. ഇയാൾ അതുപോലെ റെസ്റ്റ് എടുക്കാൻ 55-56 ദിവസം റെസ്റ്റ് എടുക്കാൻ പോയതാണ് ആൾക്കാർ പറഞ്ഞ് കളിയാക്കണത്. ഈസ് എ കോമിക് ക്യാരക്ടർ. കോൺഗ്രസ്സിൽ തന്നെയുള്ള നേതാക്കന്മാർ പറയണം അയാളൊരു ബഫൂണാണെന്നാണ് പറയണത്. ആരാ? ചന്ദ്രശേഖർ റാവു, നമ്മുടെ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി, ചന്ദ്രബാബു നായിഡു, അവരൊക്കെ പറയണത് ഇയാളൊരു ബഫൂണാണെന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇയാൾ പറയണതിനെ പറ്റി പ്രതികരിക്കാറ് കൂടിയില്ല. ഒരാളെ അപമാനിക്കാവുന്നതിൻ്റെ ഏറ്റവും നല്ല കാര്യം അയാളെ ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ്. പാർലമെൻറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയിലെ പ്രതിനിധികൾ, റെപ്രസെൻറ്റേറ്റീവ്സും എഴുന്നേറ്റ് നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പദ്ധതിക്ക് പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുമ്പോൾ ആ പറഞ്ഞ വ്യക്തിയുടെ പേരും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ പ്രശ്നം എന്താണെന്നും പറഞ്ഞ് അതെങ്ങനെ ഞങ്ങൾ പരിഹരിക്കും എന്നുള്ള ഉത്തരം തരും. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ലോക്സഭ രാജ്യസഭ നടപടികൾ കാണുന്ന ആളാണ് സ്ഥിരം, വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം എനിക്ക്. അപ്പോഴാണ് ഇന്ന് മനസ്സിലാവണം. അപ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു പാർലമെൻറ്റ് അംഗം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇദ്ദേഹം പാർലമെൻറ്റിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണത്? അതിലും വേഴ്സ്റ്റാണ് ഇദ്ദേഹം പുറത്ത് വന്നിട്ട് അമേരിക്കയിലൊക്കെ പോയിട്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് വിദേശത്ത് പോയിട്ട് സ്വന്തം രാജ്യത്തെ അപമാനിച്ച് സംസാരിക്കണം. അമേരിക്കയിലെ ഒരു പേരെടുത്ത ഗായികയാണ്, ഞാൻ അവരുടെ പേര് മറന്നുപോയി. അവർ TV-കാരോട് ആരോ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചാണ്, ഹൗ ക്യാൻ വി ട്രസ്റ്റ് ദിസ് മാൻ? ഇയാൾ സ്വന്തം നാടിനെ ഇവിടെ ഒന്ന് ചീത്ത പറയണു, അയാൾക്ക് എങ്ങനെയാ ആ നാടിൻ്റെ നേതാവാകാൻ പറ്റും എന്നാ പറയണം. അയാൾ മുഴത്തിന് 300 തവണ അവിടെയൊക്കെ പോയിട്ട് പറയും ഇന്ത്യയിൽ
സ്വാതന്ത്ര്യമില്ല, എന്നെ പ്രസംഗിക്കാൻ സമ്മതിക്കാനുള്ള പാർലമെൻറ്റിൽ. ഞാൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ മണ്ടൻ ഒരു കാര്യം മറക്കുന്നുണ്ട്. ഈ നമ്മുടെ ലോക്സഭാ ടി വിയും രാജ്യസഭാ ടി വിയൊക്കെ ആഗോളതലത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ ഈ രാജ്യങ്ങളുടെ എല്ലാം നയതന്ത്ര പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. ഇപ്പം അമേരിക്കയുടെ ആണെങ്കിലും ബ്രിട്ടൻ്റെ ആണെങ്കിലും മറ്റേത് ഫ്രാൻസോ ഇറ്റലിയോ ജർമ്മനിയും അതുപോലെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അവർക്കും ഇവിടെ നയതന്ത്ര പ്രതിനിധികളുണ്ട്. അവരൊക്കെ ഇവിടുത്തെ വാർത്തകൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വാർത്ത അവർ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് പ്രസംഗിക്കാൻ അനുവദിച്ചില്ല എന്ന് ഇയാൾ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? കാരണം ഒരു പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പത്രങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഇയാൾ പ്രസംഗിക്കുന്ന മുഴുവൻ ഇവരൊക്കെ കാണുകയല്ലേ, ടി വിയിൽ കാണുകയല്ലേ. ആ മനുഷ്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ ഈ കാരണങ്ങൾ കൊണ്ട് ഒരു യോഗ്യനല്ല. പിന്നെ അയാൾ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് പദ്ധതി, ഓൾട്ടർനേറ്റ് പ്രോഗ്രാം ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദി എന്ത് ചെയ്യണോ അതിൻ്റെ ഇരട്ടി കൂട്ടി കൊടുക്കുക എന്നുള്ളതല്ലല്ലോ. പുതിയതായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യണം. അതയാൾ പറഞ്ഞിട്ടില്ല, അയാൾ ചെയ്യുക, അയാൾക്ക് അറിയാൻ പാടില്ല. ആ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർക്ക് അറിയാൻ പാടില്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി സാറിനോട് ചോദിക്കണം എന്ന് ഓർത്താ, ഇപ്പോൾ ഓൾറെഡി സാറ് തന്നെ പറഞ്ഞു ആളൊരു കോമിക് ക്യാരക്ടറായിട്ട് നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മളാണെങ്കിലും സംബോധന ചെയ്യുന്നു പൊട്ടൻ അങ്ങനെയൊക്കെ പൊതുവെ പറയാറുണ്ട്. പക്ഷെ ശരിക്കും ആൾക്ക് ഇതൊരു അവസരം കൊടുക്കാത്തത് കൊണ്ടാണ് ആളിങ്ങനെ ചെയ്യുന്നതെങ്കിലും ഒന്ന് കൊടുത്തു നോക്കിയെങ്കിലല്ലേ ആൾ എന്താ ഇന്ത്യക്ക് വേണ്ടി ചെയ്യാന്ന് അത് അറിയാൻ കൊടുക്കണേ പറ്റും. ആരാ കൊടുക്കണ്ടേ? അതിന് ജനങ്ങളല്ലേ കൊടുക്കണ്ടേ? ഈ ജനങ്ങളുടെ മുമ്പിൽ ഇയാൾ സ്വയം എക്സ്പോസ് ചെയ്തില്ലേ അയാളുടെ കഴിവില്ലായ്മ, അയാളുടെ വിവരക്കേടുമൊക്കെ. അപ്പൊ അവരറിഞ്ഞുകൊണ്ട് അവരുടെ കഴുത്തിൽ കുടുക്കിട്ടിട്ട് കയറ് മറ്റേ എൻഡിൽ കൊടുക്കാൻ അവർ സമ്മതിക്കുമോ? ആരെങ്കിലും ചെയ്യുമോ അത്? ഇല്ല. ഇപ്പൊ ഈ 24x7 വാർത്താ ചാനലുകളൊക്കെ വന്നു, ഇവരൊക്കെ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാളുടെ വിഡ്ഢിത്തരം മയക്ക് ഒളിച്ചു വെക്കാൻ പറ്റണില്ല. അയാൾ എന്തൊക്കെയാ പറയണേ? അയാളുടെ പ്രധാന പ്രശ്നം നരേന്ദ്രമോദിയോടുള്ള വെറുപ്പാണ്. ആ നരേന്ദ്രമോദിയോടുള്ള അദ്ദേഹത്തിൻ്റെ വെറുപ്പ് ഇന്ത്യക്കാരോടുള്ള വെറുപ്പായിട്ട് മാറി. ഇന്ത്യക്കാരോടുള്ള വെറുപ്പ് ഇന്ത്യയോടുള്ള വെറുപ്പായിട്ട് മാറി. അയാൾ പറഞ്ഞത് മുഴുവൻ മറുപടി കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. ചൈനയ്ക്ക് നമ്മൾ സ്ഥലം വിട്ടുകൊടുത്തു എന്ന് അയാൾ പറയുന്നുണ്ട്. നരേന്ദ്രമോദിയാണ് വിട്ടുകൊടുത്തതെന്ന്. അക്സായി ചിൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു സ്ഥലമുണ്ട് നോർത്ത് ഈസ്റ്റിൽ. നമ്മുടെ കേരളത്തിൻ്റെ അത്ര ഏതാണ്ട് വിസ്തീർണമുള്ള സ്ഥലമാണത്. അത് അയാൾ വിട്ടുകൊടുത്ത അയാളുടെ അപ്പൂപ്പൻ്റെ ഇതാണ്, ജവഹർലാൽ നെഹ്റുവാണ് വിട്ടുകൊടുത്തത്. റെക്കോർഡ്സ് ഉണ്ടല്ലോ. 1964 അക്സായി ചിൻ ചൈന പിടിച്ചെടുത്തത്. ഇയാൾ ജവഹർലാൽ നെഹ്റു ഒന്നും ചെയ്തില്ല വീണ്ടെടുക്കാനായിട്ട്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇയാൾ നർവാണയെ സപ്പോർട്ട് ചെയ്ത് ആണ് പാർലമെൻറ്റിൽ സംസാരിച്ചത്. ആ നർവാണി എന്താ പറഞ്ഞതെന്നറിയാമോ? അയാൾ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭൂമി ചൈനയ്ക്ക് വിട്ടുകൊടുത്തു എന്ന്. ഓക്കെ, ഇന്ത്യൻ ആർമി ചൈനയ്ക്ക് ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുത്തിട്ടില്ല. ഈ പറയണവർ പോയി ചൈനയോട് പറയാൻ പറയട്ടെ, ഞങ്ങൾ ഇത്ര ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ടെന്ന്. ഇപ്പം അയാൾ പറയണില്ലല്ലോ, നർവാണിയുടെ പുസ്തകത്തിനെ കുറിച്ച് അയാൾ മിണ്ടണില്ലല്ലോ. ഇപ്പോൾ കൈ പൊള്ളിക്കഴിഞ്ഞപ്പോൾ മിണ്ടാണ്ടായ അയാൾ. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പ്രധാനമന്ത്രിമാരായിട്ട് നല്ല പ്രധാനമന്ത്രിമാരെന്ന് പറയണം. മൊറാർജി ദേശായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതത്തിൽ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നവരിൽ ലാൽ ബഹദൂർ ശാസ്ത്രി, മൊറാർജി ദേശായി, പിന്നെ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ചന്ദ്രശേഖർ, ദെൻ ഓഫ് കോഴ്സ് വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി ആൻഡ് നരേന്ദ്രമോദി. ഇവരെ മാത്രമേ നമുക്ക് നല്ല കോൺഗ്രസിൻ്റെ നരസിംഹറാവു. ആ നരസിംഹറാവു മരിച്ചു കഴിഞ്ഞിട്ട് AICC ഹെഡ് ക്വാർട്ടേഴ്സിൽ അയാളുടെ ഡെഡ് ബോഡി കിടത്തിയില്ല. അത് കൊണ്ടുപൊക്കോളാൻ പറഞ്ഞു ഇവിടുന്ന്. ഡെഡ് ബോഡി എന്നിട്ട് ഹൈദരാബാദിൽ കൊണ്ടുപോയി അവിടെ സംസ്കരിച്ച്. അതിനോട് അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? 5 വർഷം സാമ്പത്തികമായി തകർന്ന ഇന്ത്യയെ 5 വർഷം കൊണ്ട് അയാളുടെ ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി കൊടുക്കേണ്ട ബഹുമാനം ഇവർ കൊടുത്തിട്ടുണ്ടോ? അയാളൊക്കെയല്ലേ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കണേ. അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ അതൊരു വലിയ അത്യാഹിതമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യക്കാർ അയാളെ പ്രധാനമന്ത്രിയായിട്ട് സെലക്ട് ചെയ്യാത്തത്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു പണ്ട് ഒരു കോൺഗ്രസിൻ്റെ വളരെ ആർഡൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്, ഒരു പത്രപ്രവർത്തകൻ. അയാൾ പറഞ്ഞ ഈ BJPക്കാർ ചെയ്യുന്ന ഭയങ്കര കഷ്ടമായിട്ട്, ഏത് നേരം പപ്പു എന്നൊക്കെ വിളിച്ച് രാഹുൽ ഗാന്ധിനെ കളിയാക്കുകയാണ്. ഞാൻ പറഞ്ഞു അതിനെന്താ, ശ്രദ്ധിക്കാതിരുന്ന പോലെ അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് ജയിക്കട്ടെ, അപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി.
അതിന് ഇവർ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാവാനായിട്ട്. എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ അയാൾ പ്രധാനമന്ത്രി ആവണേന്? ഇല്ല. ഇപ്പം തൽക്കാലം ഉം. അയാൾക്ക് നിയമ തടസ്സമൊന്നുമില്ല പ്രധാനമന്ത്രി ആവാനായിട്ട്. ആവുമ്പോൾ ചിലപ്പോൾ പഴയ ബ്രിട്ടീഷ് പൗരത്വത്തിൻ്റെ കണക്കൊക്കെ വരും. അയാൾ ഒരേ സമയത്ത് 2 രാജ്യങ്ങളിലെ മെമ്പറാവാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും BJP-ക്കാർ. അല്ലാതെ അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ, കോൺഗ്രസ്സിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയുള്ള എത്രയോ പേരുണ്ട്. ഈ മാധവരാവ് സിന്ധ്യയുടെ മകനുണ്ട്, ജ്യോതിരാദിത്യ സിന്ധ്യ, അയാൾ BJP-യിൽ വന്നു. രാജേഷ് പൈലറ്റിൻ്റെ മകനുണ്ട്, സച്ചിൻ പൈലറ്റ്. പിന്നെ ജിതേന്ദ്ര പ്രസാദയുടെ മകനുണ്ട്. അയാളൊക്കെ മറ്റേ പ്രധാനമന്ത്രിയാവാൻ എന്തുകൊണ്ട് യോഗ്യരായിട്ടുള്ള വ്യക്തിയാണ്. സച്ചിൻ പൈലറ്റ് കോൺഗ്രസ് വിട്ട് വന്നിട്ടില്ല, മറ്റെല്ലാവരും BJP-യിൽ പോയി ചേർന്നു. എന്താ കാരണം? ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, അയാൾ വളരെ മാന്യനായിട്ടുള്ള, വളരെ കഴിവുള്ള, വളരെ സാമർഥ്യമുള്ള നേതാവല്ലേ. അയാൾ BJP പോയി. എന്തുകൊണ്ടാണ്? ഈ രാഹുൽ ഗാന്ധിയുടെ ആട്ടും തുപ്പും സഹിക്കാൻ പറ്റാത്തത് കാരണം. കോൺഗ്രസിനകത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നേതാക്കന്മാരൊക്കെ ഇവർ ഈ ഗാന്ധി നെഹ്റു കുടുംബത്തിൻ്റെ വിറക് വെട്ടിയും വെള്ളം കോരികളായിട്ട് നിൽക്കും. ഇവർ പറഞ്ഞ കേസ് മൂളിക്കൊണ്ട് ആർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് ഒരു പൊസിഷനും കിട്ടാൻ പോലുള്ള, പക്ഷെ ചുറ്റിപ്പറ്റി നിന്നാൽ നല്ല വട്ടചെലവിനുള്ള കാശ് കിട്ടുന്ന അറിയാം. അതാണ് അവരുടെ കൂടെ നിൽക്കുന്നത്. ദാറ്റ്സ് ഓൾ. എനിക്കത് വലിയൊരു സംശയമായിരുന്നു. അതായത് ആള് പ്രധാനമന്ത്രി ആയാൽ എന്താണ് കുഴപ്പമെന്നുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് അത് ക്ലിയർ ആയി. യു തിങ്ക് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്? കാരണം ജനങ്ങൾ മനസ്സിലായി, ജനങ്ങൾ അവരുടെ നേതാവിനെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത്? അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും ആ നേതാവിന്, അതുകൊണ്ടാണ് സെലക്ട് ചെയ്യണം മുഴുവനും. ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപിനെ എന്തുകൊണ്ടാണ് അമേരിക്കൻ ജനത തെരഞ്ഞെടുത്തത്? ശക്തനായ ഒരു നേതാവാണ്. അമേരിക്കക്കാർക്ക് എന്നും ശക്തനായ ഒരു പ്രസിഡന്റിനെയാണ് ആവശ്യം. പിന്നെ ട്രംപ് വിവരക്കേടെന്നല്ല, കോമാളിത്തരൊക്കെ വിളിച്ചു പറയും, പക്ഷെ അതൊക്കെ അവർ സഹിക്കുവർ. അതല്ലേ അയാൾ രണ്ടാമതും തെരഞ്ഞെടുത്ത മറ്റേ ആദ്യത്തെ ടൈം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ തെരഞ്ഞെടുക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയോ കൃത്രിമം നടന്നിട്ടാണ് അയാൾ തോറ്റുപോയത്. ലിബറൽസിന് അയാളെ ഇഷ്ടമല്ല, കാരണം അയാൾ വളരെ ടഫ് മനുഷ്യനാണ്. അയാൾ പറയണ അമേരിക്ക ഫസ്റ്റ്, നേഷൻ ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഇതാണ് അയാളുടെ മുദ്രാവാക്യം. പിന്നെ ഈ അമേരിക്കയിലേക്ക് വരുന്ന അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ അയാൾ ശക്തമായ നടപടികളെടുത്തു. മെക്സിക്കോയിൽ നിന്നോ അല്ലെങ്കിൽ കൊളംബിയയിൽ നിന്നോ ഈ ഇക്വഡോറിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ അമേരിക്കയിൽ വന്നിട്ട് അമേരിക്കക്കാർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റുക ചെയ്യണം. അത് അയാൾ സഹിക്കില്ല, അയാളുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് അയാൾ കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.